നമ്മുടേത് അഭിപ്രായ സ്വാതന്ത്ര്യവും യാത്രാ സ്വാതന്ത്ര്യവുമുള്ള നാടാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാജ്യം. ഇത് ഇടതു വലത് വിദ്യാർത്ഥി യൂണിയനുകളും അവരെ പടച്ചുവിടുന്ന നേതൃത്വങ്ങളും ഓർക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾ ഈ പടി കയറണ്ട, ഞങ്ങളുടെ കോളേജിൽ കയറി വോട്ടും ചോദിക്കേണ്ട. കുറ്റിപ്പുറം KMCT കോളേജിൽ BJP സ്ഥാനാർത്ഥിയെ തടഞ്ഞ കുട്ടി വിദ്യാർത്ഥി നേതാക്കൾ പറഞ്ഞ വാക്കുകളാണ് ഇവ. മതേതരത്വത്തിന്റെ നാട് എന്ന് ഘോരം പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന മലപ്പുറത്താണ് സംഭവം എന്നോർക്കണം. ഇതാണ് ഞമ്മന്റെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം. അതൊക്കെ പോട്ടെ, ഇത് മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? ഈ കൃത്യം ചെയ്തത് ഒരു ABVP വിദ്യാർത്ഥി സംഘടനയോ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനകളോ ആയിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഏതു കോളേജിലാണോ ഈ ഒരു പ്രവർത്തനം നടന്നത്, ആ കോളേജ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുമോ എന്ന് പോലും പറയാൻ പറ്റാതായേനെ. ഒരു സ്ഥാനാർത്ഥിക്ക് പ്രചരണത്തിന് ഇറങ്ങുമ്പോൾ അവിടെ BJP എന്നോ ലീഗ് എന്നോ CPI എന്നോ ഇല്ല. എന്തിനാണ് നമ്മൾ അവിടെ അസഹിഷ്ണുത കാണിക്കുന്നത്? അവർ വോട്ട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയത്തിൽ എതിരാണെങ്കിൽ, അതിനോട് എതിരഭിപ്രായമാണെങ്കിൽ അത് അവരോട് ചോദ്യങ്ങളിലൂടെ ചോദിക്കാം. അവരുടെ നിലപാടുകളെ കുറിച്ച് നിങ്ങൾക്ക് ആരായാം. അതല്ലേ ശരിയായ ഒരു നിലപാട്? പൊതുസമൂഹത്തിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പോലും അറിയില്ലാത്ത ഇവരെ പോലെയുള്ള ഈ കുട്ടികളാണോ ഒരു ലോ കോളേജിൽ നിന്നും പഠിച്ചിറങ്ങി വളർന്നു വരുന്നത്? പുച്ഛം മാത്രമാണ് ഇത്തരം ആളുകളോടുള്ളത്. ഇനി നമ്മൾ സംഭവത്തിലേക്ക് വന്നാൽ നിങ്ങൾ ഒന്നോർക്കുക. പൊന്നാനിയിലെ BJP സ്ഥാനാർത്ഥിയെ തടഞ്ഞ കുട്ടിപ്പട്ടാളത്തിന്റെ നേതാക്കൾക്ക് ഡൽഹിയിൽ കാലുകുത്തണമെങ്കിൽ BJPയുടെ കേന്ദ്ര ഓഫീസിൽ പെർമിഷൻ വാങ്ങേണ്ടി വരും എന്ന് ശോഭാ സുരേന്ദ്രൻ വളരെ കൃത്യമായി പറഞ്ഞത് ഞാനിവിടെ ഓർക്കുകയാണ്. CPM ലീഗ് ഐക്യമാണ് നമ്മൾ അവിടെ കണ്ടത്. SFIയും MSFും ജമാഅത്ത് ഇസ്ലാമിയുടെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് ഇത് തടഞ്ഞത്. അത് അന്തർധാരയാണ്. കേരളത്തിൽ എല്ലായിടത്തും ഇത് നിലനിൽക്കുന്നുണ്ട്. പണ്ട് നയനാരെ BJP ഒന്നുമല്ലാത്ത കാലത്ത് കാല് കുത്തിച്ചിട്ടില്ല. ആ ചരിത്രമൊക്കെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നന്നാകും. കുട്ടിക്കുരങ്ങന്മാരെ കൊണ്ട് ചുടുചോറ് വാരിക്കുന്ന CPM ലീഗ് നേതാക്കൾ അതോർത്താൽ നന്നാകും. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിദേശത്തു നിന്ന് വന്ന സോണിയാഗാന്ധിക്ക് ഇവിടെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും വോട്ട് ചോദിക്കാനും സ്വാതന്ത്ര്യം നൽകിയ നാടാണ് നമ്മുടേതെന്ന് ഓർക്കണം. ആ നാട്ടിൽ ഒരു കോളേജിൽ വോട്ട് ചോദിക്കാൻ സ്വാതന്ത്ര്യമില്ലെങ്കിൽ ആ ഫാസിസ്റ്റ് നിലപാട് തിരുത്താൻ നടപടി സ്വീകരിക്കാൻ കോളേജ് മാനേജ്മെന്റ് തയ്യാറാകണമെന്ന് അടിവരയിട്ട് പറയുകയാണ്. അതാണ് എല്ലാവർക്കും നല്ലത്. ഇന്ത്യയിലാണ് മലപ്പുറം ജില്ല, അല്ലാതെ അങ്ങ് ഉഗാണ്ടയിലോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ മറ്റ് രാജ്യത്തൊന്നുമല്ല എന്നോർക്കുക.